തെരഞ്ഞെടുപ്പ് ഏറ്റവും നല്ല രീതിയിൽ എല്ലാ മുന്നണികളും തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് കടന്നു കഴിഞ്ഞു. അൻവർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി നിലവിലൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച MLA ആയിരുന്നു. തീർച്ചയായും നല്ല അനുഭവപൂർണ്ണമുള്ള അഭിപ്രായമാണ്. തീർച്ചയായും നല്ല ഭൂരിപക്ഷത്തിൽ LDF ഇവിടെ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർ രാഷ്ട്രീയത്തിന് പകരം മലീമസമായ കുറേ വ്യാജാരോപണങ്ങൾ, കുറേ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചിട്ടാണ് അവർ ഇലക്ഷനെ നേരിടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാഷ്ട്രീയം പറഞ്ഞ് ധാർമ്മികത കൈപിടിച്ച് ഞങ്ങളുടെ എത്തിക്സും ഞങ്ങളുടെ നിലപാട് ഉയർത്തിപ്പിടിച്ചിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾക്കെതിരെ നിൽക്കുന്നത് ഇപ്പോൾ മുള്ളുമുരുക്ക് മൂർക്കം പാമ്പുകൾ മുഴുവൻ ഞങ്ങൾക്കെതിരെയാണ് വരുന്നത്. നമസ്കാരം, ഞാനിപ്പോൾ നിലമ്പൂരിലാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഇവിടുത്തെ AISFന്റെ പ്രവർത്തകരാണ്. ഇവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി M സ്വരാജിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിലമ്പൂർ മണ്ഡലത്തിലൂടെ പര്യടനം നടത്തുകയായിരുന്നു. അപ്പോൾ ഇവരോട് നമുക്ക് എന്താണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ചൂട് എപ്രകാരമാണെന്ന് ചോദിക്കാം. നിലമ്പൂരിൽ നല്ല ചൂടാണ്. ഇലക്ഷന്റെ ചൂട് എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പ് ഏറ്റവും നല്ല രീതിയിൽ എല്ലാ മുന്നണികളും തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് കടന്നു കഴിഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, AISFനെ സംബന്ധിച്ചിടത്തോളം, നിലവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലമ്പൂർ മണ്ഡലത്തിൽ ഉൾപ്പെടെ കേരളത്തിൽ അങ്ങോളം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു തുടർച്ചയുണ്ടാവുക. ആ തുടർച്ചയുടെ ഭാഗമാക്കി നിലമ്പൂർ മണ്ഡലത്തെ കൂടെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് AISFന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ AISF നിലമ്പൂരിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് സ്വരാജിനെ വിജയിപ്പിക്കുന്നതിനാവശ്യമായ വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തെ നിലമ്പൂരിലെ ജനങ്ങൾ കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നിലമ്പൂരിലേക്ക് വരുമ്പം നിലമ്പൂരിൽ കഴിഞ്ഞ 9 വർഷക്കാലം LDF തന്നെയായിരുന്നു, LDFന്റെ MLA തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. PV അൻവർ LDFന്റെ സ്വന്തം MLA ആയിരുന്നു. അപ്പൊ അദ്ദേഹം രാജിവെച്ച ഒരു ഒഴിവിലേക്കാണ് ഇലക്ഷൻ നടക്കുന്നത്. അപ്പൊ അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം ഉണ്ട്. അപ്പൊ അത് ബാധിക്കുന്നുള്ളൊരു ഭയമുണ്ടോ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം? ഇല്ലില്ല. അൻവർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി നിലവിലൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച MLA ആയിരുന്നു. ആ നിലയ്ക്ക് തന്നെ ആ MLA എന്നുള്ള നിലയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായ ഒരു MLA എന്നുള്ള നിലയ്ക്കുള്ള എല്ലാ പരിഗണനയും, അതോടൊപ്പം തന്നെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും നടക്കുന്ന പോലുള്ള വികസന പ്രവർത്തനങ്ങളും നിലമ്പൂരിൽ നടന്നിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ ഒരു വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച നിലമ്പൂരിൽ ഉണ്ടാവണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളും സഖാവ് സ്വരാജിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പം പൊതുജനങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ്? തീർച്ചയായും നല്ല അനുഭവപൂർണ്ണമുള്ള അഭിപ്രായമാണ്. തീർച്ചയായും നല്ല ഭൂരിപക്ഷത്തിൽ LDF ഇവിടെ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ എല്ലാവരും നിലമ്പൂരുകാർ തന്നെയാണ്? ഇല്ലില്ല, ഞങ്ങൾ AISFന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഒരു സ്ക്വാഡ് പ്രവർത്തനം നടന്നത്. വരും ദിവസങ്ങളിൽ ബൂത്ത് അടിസ്ഥാനത്തിൽ വരെ AISF സ്ക്വാഡ് പ്രവർത്തനം നടത്താൻ വിദ്യാർത്ഥി സ്ക്വാഡുകൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇറങ്ങണം എന്നുള്ളതാണ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം. അതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ഇന്നിപ്പോൾ. കൈമെയ് മറന്ന് ഇടതുപക്ഷം ഒറ്റക്കെട്ടായിട്ട് ഇടതുപക്ഷത്തിന്റെ യുവജന സംഘടന വിദ്യാർത്ഥി സംഘടന ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുകയാണ്. അതെ. അപ്പൊ എപ്രകാരമാണ് ബാക്കിയുള്ളവർ എങ്ങനെയാണ് നിലമ്പൂരിനെ എങ്ങനെ കാണുന്നത്? നിലമ്പൂര് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പൊളിറ്റിക്കൽ രാഷ്ട്രീയമായ ഒരു തെരഞ്ഞെടുപ്പാണ്. അത് അതിൻ്റെ എത്തിക്സോട് കൂടിയിട്ട് അതിൻ്റെ എല്ലാ ന്യായത്തോടു കൂടി നേരിടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർ രാഷ്ട്രീയത്തിന് പകരം മലീമസമായ കുറേ വ്യാജാരോപണങ്ങൾ, കുറേ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചിട്ടാണ് അവർ ഇലക്ഷനെ നേരിടുന്നത്. ചുരുക്കി പറഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്നവർക്ക് യാതൊരു തരത്തിലുള്ള ധാർമ്മികതയില്ലാത്ത, ഒരു തരത്തിലും ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത ഒരു ഭ്രാന്തമായ കൂട്ടത്തിനെതിരെയാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഈ ഇലക്ഷൻ നേരിടുന്നത് തന്നെ. എന്നാൽ പോലും ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയം പറഞ്ഞ് ഇടതുപക്ഷത്തിൻ്റെ വികസനവും മറ്റു കാര്യങ്ങളും, അൻവർ എന്ന് പറയുന്ന വ്യക്തിക്ക് സംഭവിച്ച വ്യതിയാനം എങ്ങനെ സംഭവിച്ചു, അതിനെങ്ങനെ വിലയിരുത്തണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയുമായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാഷ്ട്രീയം പറഞ്ഞ് ധാർമ്മികത കൈപിടിച്ച് ഞങ്ങളുടെ എത്തിക്സും ഞങ്ങളുടെ നിലപാട് ഉയർത്തിപ്പിടിച്ചിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾക്കെതിരെ നിൽക്കുന്നത് ഇപ്പോൾ മുള്ളുമുരുക്ക് മൂർക്കം പാമ്പുകൾ മുഴുവൻ ഞങ്ങൾക്കെതിരെയാണ് വരുന്നത്. എന്നിരുന്നാൽ പോലും ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ സുനിശ്ചിതമായി വിജയിക്കാൻ പോകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയാണ്. M സ്വരാജ് നല്ലൊരു ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിക്കുക തന്നെ ചെയ്യും.